നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാരേജിനൊക്കെ പോയി ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. കിളിമാനൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഈവനിങ് നമുക്ക് കുരിയോട് പോകണമായിരുന്നു. ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ മോളെ കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മാനൂർ ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു അബായയുണ്ട്, കമല സുരയ്യ അബായയാണ്. അപ്പോൾ അബായയിൽ കയറി ഉള്ള ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് ഒരു 3-4 ഡ്രസ്സൊക്കെ എടുത്തു. അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ, അഫോർഡബിൾ റേറ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്, അതായത് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്റ്റീലിൻ്റെ ടൈപ്പുകളുണ്ട്, അവൈലബിൾ ആണ്, ഹോൾസെയിൽ ആയിട്ട് അവർ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നോക്കി, കുറച്ച് നേരം അവിടെ നിന്ന് ഐറ്റംസ് എല്ലാം നോക്കി. ആൻറ്റി ടെർണിഷിൻ്റെ ഇയറിങ്സ് ഐറ്റം ഇല്ലല്ലേ? അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ആൻറ്റി ടെർണിഷിൻ്റെ ഇയറിങ്സ് ഉണ്ടായിരുന്നു, 7 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ റേറ്റ് വളരെ അഫോർഡബിൾ ആണ്. ഇങ്ങനെ റേറ്റ് ചെക്ക് ചെയ്തൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ പെർഫ്യൂമിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ അവർ കസ്റ്റമൈസ്ഡ് അല്ല, അവിടെ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ എടുത്തു, പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുരിയോട് പോയി. അവിടെ വെറൈറ്റി പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് അവർ നമുക്ക് ബോട്ടിലാക്കി തരുന്നതാണ്. അങ്ങനെ മാമിയുടെ വീട്ടിൽ പോയി മോളെ കണ്ടു, ചായയൊക്കെ കുടിച്ചു, കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ അപ്പം ഇത്രയും ടാറ്റ ബൈ ബൈ.